അപ്പോൾ പാട്ടും പാടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാഗമണ്ണിലേക്കാണ് പോകുന്നത്. വാഗമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, പോകാനും കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയ സൂപ്പർ ക്ലൈമറ്റുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയണ്ട. കോടയൊക്കെ ഇറങ്ങി ആ കുളിരിലോട്ട് കയറി അങ്ങ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമല്ലേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വാഗമണ്ണ് പോയി. അവിടെ ഞങ്ങൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എത്തി. നല്ല ചൂടായിരുന്നു ആ സമയത്ത്, കാരണം ഇത് മഞ്ഞിൻ്റെ സീസണല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വ്യക്തമായിട്ട് കാണാം എന്നുള്ളൊരു ഗുണമുണ്ട്. പണ്ട് ഞാനിതിനു മുമ്പ് പോയപ്പോൾ ഇവിടെയൊക്കെ നല്ല മഞ്ഞായിരുന്നു. അപ്പം കോടയൊക്കെ വന്ന് നിറഞ്ഞിട്ട് കോട ഇടയ്ക്കൊന്ന് മാറുമ്പം തൊട്ട് മുമ്പിൽ വലിയ ഗർത്തങ്ങളായിരിക്കും കാണപ്പെടുക. അപ്പോൾ ആ യാത്ര എന്ന് പറയുമ്പം ഒരു 4 വർഷം മുമ്പായിരുന്നു. ഓഹ്, ഈ വഴിയൊക്കെ നല്ല മഞ്ഞ് പിടിച്ച് കിടക്കുമായിരുന്നു ആ സമയത്ത്. ഇപ്പം ഇതെല്ലാം വ്യക്തമായിട്ട് കാണാം, കാരണം ഇപ്പം നല്ല വെയിലുണ്ട്, നല്ല സൂര്യപ്രകാശമുണ്ട്, എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ കോട ഉള്ളപ്പോഴാണ് കുറച്ചും കൂടെ രസം. അതിനൊക്കെ ശേഷം ഈ വാഗമൺ മീഡോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പൈൻ വാലി വന്നത്. പൈൻ ഫോറസ്റ്റൊക്കെ എപ്പോഴും ഒരേ വൈബ് തന്നെ. കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്ന് ഞങ്ങൾ ഒരുപാട് ആശിക്കുന്നുണ്ടായിരുന്നു. കോട ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതുവഴി പോയി കഴിഞ്ഞാൽ ആരും കാണത്തില്ല. അതിന് ശേഷം ഞങ്ങൾ പാഞ്ചാലിമേടിലോട്ട് പോയി. പരുന്തുംപാറയിൽ പോയിട്ടാണ് പാഞ്ചാലിമേടിലോട്ട് പോയത്. അപ്പോൾ പാഞ്ചാലിമേട് എത്തിയപ്പോഴേക്കും നല്ല ഈവനിങ് ആയി. അപ്പം ഈവനിങ്ങിൽ നല്ല ബ്യൂട്ടിയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നമുക്ക് എറണാകുളം സിറ്റി കാണാൻ പറ്റും. പക്ഷെ ഇപ്പം സൺസെറ്റൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അവിടെ മുഴുവനും മഞ്ഞ് കയറിയിരിക്കുകയാണ്. അപ്പം നല്ല മഴ ഇങ്ങനെ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, കാരണം നല്ല മഴക്കാറുണ്ട്, നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ കൂടെ വന്ന എല്ലാവരും, കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നമ്മൾ കമ്പനിയായിട്ട് നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. നമ്മുടെ കോർഡിനേറ്റർ മിഥുൻ ചേട്ടൻ അടിപൊളിയായിരുന്നു. നമ്മൾ കോളേജ് ട്രിപ്പൊക്കെ പോകുന്ന പോലെ നമ്മുടെ ഒരു മെയിൻ ആൾ കാണുമല്ലോ നമ്മളെങ്ങനെ ലീഡ് ചെയ്യാൻ വേണ്ടി, കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ ചേട്ടൻ എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിച്ച് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അടിപൊളിയാക്കിയാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ KSRTC ബസ്സിൽ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച ആ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ തന്നെ എൻജോയ് ചെയ്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതങ്ങനല്ലായിരുന്നു. കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും കൂടെ ഒന്ന് കോർത്തിണക്കി ഒന്ന് ഫ്രണ്ട്ഷിപ്പാക്കി ഒരു ഫാമിലി ആക്കിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ എല്ലാവരും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ ഒരു രാത്രിയായി തിരിച്ചപ്പോഴേക്കും പിന്നെ നമ്മൾ സൂയിസൈഡ് പോയിൻ്റൊക്കെ കണ്ടു, ഫുഡ് കഴിച്ചു, ഒരുപാട് സ്നാക്സ് വാങ്ങി, വാഗമൺ സ്പെഷ്യൽ ടീ വാങ്ങി, തരിത്തേയില, പൊടിത്തേയില, കുറേ ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്സ്, ഉപ്പിലിട്ടത്, അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് കുറച്ച് വാങ്ങിച്ച് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്തു. അത്രയ്ക്ക് സ്പെഷ്യലാണ് വാഗമൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഗമണിലേക്ക് വരിക, എൻജോയ് ചെയ്യുക.